എൻ്റെ പേര് ശോഭി ജോഷി. ആലപ്പുഴയാണ് സ്ഥലം. കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ ആർട്ട് വിംഗ് കോർഡിനേറ്ററാണ്. ISL ബോൾ ഓവർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോളം ഒരു ഫാൻ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ ഹോം സ്റ്റേഡിയോ ഇന്ത്യയിലില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഫാൻസ് നല്ല രീതിക്ക് പ്രയത്നിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബാനേഴ്സ് ആയാലും ടിഫോസ് ഒക്കെ ആയാലും ഫാൻസിൻ്റെ ആ ഒരു കംപ്ലീറ്റ്ലി ഫാൻസാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ടിഫോ ഒക്കെ ആയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ ആർട്ട് വിങ്സ് മെമ്പേഴ്സ് പലരും ഇൻഡിവിജ്വലി ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ബാനേഴ്സ് ഒക്കെ ആയാലും അവർ കംപ്ലീറ്റ്ലി തനിയെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു പങ്ക്, അതായത് പ്ലേയേഴ്സ് ഗ്രൗണ്ടിലിടുമ്പോൾ ഫാൻസ് സ്റ്റേഡിയത്തിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് അഭിജിത്ത്. ഞങ്ങളിവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ക്ലബ്ബാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഫാൻ ക്ലബ്ബാണ്. ബ്ലാസ്റ്റേഴ്സ് ആർമി എന്നാണ് പേര്. അപ്പോൾ വെസ്റ്റ് ഗാലറി ഞങ്ങളാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ ഒരു എക്സ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഫസ്റ്റ് സീസണിൽ ഒരു സെക്കൻഡ് മാച്ച് തൊട്ടാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്ന കുറച്ച് പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് ഇവിടെ നമ്മുടെ കൊച്ചിയിലുള്ള ഒരാളുടെ വീട്ടിൽ നമ്മൾ വന്നൊരു മീറ്റിംഗ് കൂടിയാണ് ഇത് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഇപ്പം ഞങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തുള്ള വിങ്ങുകളിൽ നിന്ന് ആൾക്കാരുണ്ട്, പാലക്കാട് നിന്നുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, ആലപ്പുഴ, ഞങ്ങൾ എല്ലാ വിങ്ങിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നിലവിലിപ്പോൾ ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ പാലക്കാടും പിന്നെ അതേപോലെ ട്രിവാൻഡ്രം ഉള്ളവരുണ്ട്. അവരൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല കിലോമീറ്ററുകൾ കഴിഞ്ഞാണ് വരുന്നത് കൊച്ചിയിലോട്ട്. ഇപ്പോൾ വൈകിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഫാൻസ് കളി കാണാൻ വരുന്ന ഫാൻസിനെ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷേ കളി കഴിഞ്ഞിട്ടും ഒരു സമയമുണ്ട്. ഇവർ ക്യൂ നിന്ന് മെട്രോ എടുത്ത് നിന്ന് ഈ കളി കണ്ട് തന്നെ നിന്ന് നേരെ വീട്ടിൽ പോവുക, ട്രെയിനും നിൽക്കാൻ സ്ഥലമില്ല, ട്രെയിൻ മിസ്സായി അന്ന് അവിടെ റേഷനിൽ കിടന്ന്, അങ്ങനെ അവസ്ഥകളാണ് ഫാൻസിന് ഉണ്ടാകുന്നുള്ളത്. ടീമിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ആരാധകർ. അപ്പം നമുക്ക് ആരാധകരില്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ടീമിൻ്റെ പകുതിയോളം റിസോഴ്സ് ഇല്ല എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പം ഇപ്പം എന്താ പറയുക, ISL തന്നെ ഏറ്റവും മികച്ച ഫാൻസാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് സീസൺ തൊട്ട് ഇപ്പോഴത്തെ ഈ 10ാമത്തെ സീസൺ വരെ ഓരോ സീസൺ കൂടുന്തോറും നമുക്ക് ഫാൻസ് ഒരിക്കലും കുറയല്ല ചെയ്യുന്നത്. പുതിയ ജനറേഷൻ ഫാൻസ് വരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫാൻസ്, നമ്മുടെ ഇപ്പോൾ ഫാൻസ് ആരും പുറത്തു പോയിട്ടൊന്നുമില്ല. നമ്മുടെ തുടക്കം തൊട്ടുള്ള ഫാൻസ് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളൊരു ടീമിനോടുള്ള ഇഷ്ടം അവർക്ക് തുടക്കം തൊട്ട് ഇപ്പോൾ വരെ ഉണ്ട്. ക്യാമറമാനായ പ്രഫുൽ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, കാര്യം കൊച്ചിയിൽ വരുമ്പോൾ എന്താ പറയുക, നമുക്ക് ഗോൾ അടിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുന്ന സമയത്ത് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ക്യാമറ ഷെയ്ക്കിങ് ആയിരിക്കും. കാര്യം അമ്മാതിരിയുള്ള ഫാൻസാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പുറം രാജ്യങ്ങളിൽ വരെ ഫാൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതേപോലെ കണ്ടിട്ടുമുണ്ട്. പലരും ഇപ്പോൾ ഉറുഗ്വേയിൽ നിന്നും അർജന്റീനയിൽ നിന്നും അതേപോലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും അതേപോലെ പുറത്തൊക്കെ ആയാലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുറേ എന്താ പറയുക ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, നോട്ട് ഈവൻ ഇന്ത്യൻസ് അല്ലെങ്കിൽ പോലും യൂറോപ്യൻസ് ഒക്കെ ആയാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും അവരൊക്കെ ഇവിടെ മാച്ചസ് കാണാനും ഒക്കെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ ആരാധകരെ പറ്റി പറയുകയാണെന്നെങ്കിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ക്ലബ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആർമിയാണല്ലോ, നമ്മുടെ വെസ്റ്റാണ് ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്, വെസ്റ്റ് ഗാലറിയാണ് ലീഡ് ചെയ്യുന്നത്, ബ്ലാസ്റ്റേഴ്സ് ആർമി ലീഡ് ചെയ്യുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം എന്താ പറയുക വരുന്ന ആരാധകരെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്ലെയേഴ്സിന് മോട്ടിവേഷനായിട്ട് പ്ലെയേഴ്സിൻ്റെ ഡ്രോൺ ടിഫോസ്, ബ്ലാസ്റ്റേഴ്സ് ആർമി ആർട്ട് വിങ്ങിലെ മെമ്പേഴ്സ് ചെയ്ത ഡ്രോൺ ടിഫോസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പല പല ബാനേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ചാൻഡുകളും അതേപോലെ തന്നെ മാക്സിമം ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ആർമി ഇവിടെ വെസ്റ്റ് ഗാലറിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വരുന്ന ആരാധകരാണ് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാര്യം നമ്മളവിടെ നിന്ന് നമ്മളെ ചാൻഡായാലും എന്താണ് നമ്മളവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇവിടുത്തെ വരുന്ന കളി കാണുന്നവരും എല്ലാവരും നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
ഇപ്പോൾ ഈ ഒരു 10 സീസൺ എടുത്ത് നോക്കിയാൽ തന്നെ ടീമിന് അപ്വേഡ്സ് ഉണ്ടായിട്ടുണ്ട്, ഡൗൺവേഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഒരു എബവ് ആവറേജ് ഫാൻസും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഒപ്പം ഉണ്ടായിട്ടുള്ളവർ തന്നെയാണ്. അതല്ലാതെ എന്താ പറയുക, ചില ലോയലായിട്ടുള്ള ഫാൻസ് എപ്പോഴും ടീമിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ടീം മോശം പെർഫോമൻസ് ആകുമ്പോൾ പോവുമോ അല്ലെങ്കിൽ പിന്നീട് തിരിച്ചു വരുമോ ഒന്നും ചെയ്തിട്ടില്ല. മൂന്ന് സീസണായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ്. ഈവൻ നമ്മൾ ഫൈനൽസിൽ ഒരു തവണ വന്നിട്ടുള്ളെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ സെമീസിലൊക്കെ അല്ലെങ്കിൽ എലിമിനേറ്റർ വരെയൊക്കെ ഈ സീസൺ വരെ എല്ലാം കടന്നു കൂടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ സ്റ്റേഡിയം. കാരണം ഒത്തിരി ഇമോഷൻസും അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഈ സ്റ്റേഡിയത്തിൻ്റെ പല മുക്കിലും മൂലയിലും വേണമെങ്കിലും ഉണ്ടെന്ന് പറയാം. കാരണം ഞാൻ അത്രത്തോളം, എൻ്റെ വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്റ്റേഡിയം. ഓരോരോ കളികളും പുതിയ പുതിയ ആകാംക്ഷകളും പുതിയ പുതിയ എക്സ്പീരിയൻസുമാണ് നമുക്ക് തരാറുള്ളത് ഈ ഒരു സ്റ്റേഡിയം. കേരള ബ്ലാസ്റ്റേഴ്സിനെ പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാ ഫാൻസിൻ്റെയും ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഇപ്പം ഞങ്ങളുടെ ഒരു ഡെയിലി നമ്മൾ കളി കാണാൻ വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ ഡേ നൈറ്റൊക്കെ നിന്നിട്ടായിരിക്കും നെക്സ്റ്റ് ഡേ ഞാൻ കളി കാണാനായിട്ട് എത്തുന്നത്. കാര്യം ലീവ് കിട്ടണ്ടേ. അപ്പോൾ ആ സമയത്ത് ഇപ്പം പ്രീവിയസ് ഡേ മാച്ചിയുടെ തലേ ദിവസം ഡേ നൈറ്റോ ഇല്ലെങ്കിൽ അന്ന് നൈറ്റ് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. അതായത് എൻ്റെ ഇവിടെ ആലപ്പുഴയാണ്, ഞങ്ങൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്താണ് വരുന്നത്. അതേപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല, ട്രിവാൻഡ്രത്തിൽ നിന്നുള്ളവരുണ്ട്, പാലക്കാട് നിന്നുള്ളവരുണ്ട്, കോഴിക്കോട് നിന്നുള്ളവരുണ്ട്. അവർക്കൊക്കെ ആലപ്പുഴക്കാട്ടിൽ കൂടുതലും കിലോമീറ്റേഴ്സ് അവിടെ നിന്ന് കടന്ന് വേണം വരാനായിട്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ റൊട്ടീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇതിവിടെ രാവിലെ 9 മണിക്ക് ഇറങ്ങുന്നു, ബ്ലോക്കുകളും വെയിലും എല്ലാം കൊണ്ട് ഞങ്ങൾ 2 വീലറിൽ ട്രാവൽ ചെയ്ത് ഇവിടെ ഒരു എന്താ പറയുക ഒരു 11 o'clock 11:30 എത്തുന്നു. അതേപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും സ്റ്റേഡിയത്തിലകത്ത് നമ്മൾ കയറിയിട്ട് ബാനേഴ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ടിഫോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ ടിഫോസും ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാവരും കൂടെ ടിഫോസ് എല്ലാം ഏകദേശം അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്ന് നമ്മൾ മേളിൽ കയറ്റി എല്ലാം നമ്മൾ സേഫായിട്ട് നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് മാച്ചിൽ ഇറക്കാനായിട്ട് അതേ രീതിയിൽ ഇവിടെ നമ്മൾ എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് വെക്കും. ടിഫോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ എഫോർട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു 2-3 സീസണായിട്ട് ഇറക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ഔട്ടിംഗ് മെമ്പേഴ്സ് ഡിസൈൻ ചെയ്ത ടിഫോസാണ്. അതിപ്പോൾ അവർ ഒരു കോമൺ ആയിട്ടുള്ള സ്പേസിൽ അത് ഡിസൈൻ ചെയ്യുന്നു, അത് നമ്മളിവിടെ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയുക, അത് ചിലപ്പോൾ ഒരു 3 to 4 months ഒക്കെ ഒരു എഫോർട്ടായിരിക്കും ഒരു ടിഫോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മുടെ ഈ ഫാൻസ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് നല്ല രീതിക്ക് കഷ്ടപ്പെടുന്നുണ്ട്. മാച്ച് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ഇവിടുന്ന് ഈ ബാനേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊടികളൊക്കെ ഫ്ലാഗ്സൊക്കെ നമ്മൾ വെച്ച് വരുമ്പോൾ ഒരു ടൈമാവും. ഇവർ എല്ലാവരും കാണില്ല, എന്നാലും മെയിനായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. അപ്പോൾ ഇവർ പോകുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ആ സമയത്ത് 11:30 ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് 11:30 കഴിഞ്ഞു. ആ ടൈമിൽ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ ടൈം കഴിഞ്ഞു. അപ്പം മെട്രോ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നെങ്കിൽ ബൈ വോക്കായിരിക്കും പോകുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓട്ടോയിലോ അല്ലെങ്കിൽ ബസ്സൊക്കെ ഓൾറെഡി അപ്പോൾ ആ ടൈമിൽ ബസ് സർവീസൊക്കെ നിൽക്കും. അപ്പോൾ ഇവർ നടന്നോ ഇല്ലെങ്കിൽ ഇതേപോലെ ഓട്ടോയിൽ സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ചെല്ലും. അവിടെ എന്താ പറയുക കളിയും കഴിഞ്ഞ് രാവിലെ ഇറങ്ങി അവർ കളിയും കഴിഞ്ഞ് ആ ബസ് സ്റ്റാൻഡിലോ ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നെങ്കിൽ ട്രെയിൻ അന്ന് കാണത്തില്ല, ഇല്ലേ ബസ് എന്താ പറയുന്നത് ചിലപ്പം നമ്മൾ 12 മണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലോ 4 മണിക്ക് 5 മണിക്കൊക്കെ ആയിരിക്കും ബസ്സൊക്കെ. അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക ആ ഒരു രീതിയിലാണ് ഇവരൊക്കെ പോകുന്നത്. കാര്യം നമ്മൾ ആരാധകരെന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുന്നത് കളി കാണാൻ വരുന്നവരല്ലേ ഏകദേശം എല്ലാവരും കളി കണ്ട് നേരെ തിരിച്ചു പോകണം. ഇവിടെ നമുക്ക് എറണാകുളം ഈ ഹോം ബേസ് ഉള്ളവരല്ലാതെ പുറത്തുള്ളവരുടെയൊക്കെ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഈ സീസണെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം മികച്ചൊരു ഗെയിമാണ് ഇവാൻ നമ്മുടെ ടീമിനെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഈ ഒരു വിൻ്റർ ബ്രേക്കിനെ
സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ ടേബിളിൽ ടോപ്പായിട്ടുണ്ടായിരുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പം അതിന് മുമ്പത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് സീസണിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നല്ല രീതിക്ക് കിട്ടിയായിരുന്നു. കാരണം ഫസ്റ്റ് മാച്ച് തന്നെ ബംഗളൂരു FC-ക്കെതിരെ നമ്മൾ വിജയിച്ചു. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഹോമിൽ അത്യാവശ്യം എല്ലാ മാച്ചസും ഒന്നെങ്കിൽ ഡ്രോ അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു വിൻ. അതായത് നമ്മൾ ഫാൻസ് അത്രയും ഒരു ഹോമിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം പ്ലേയേഴ്സിനും ഉണ്ടായിരുന്നു, അതേപോലെ ഫാൻസിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു രീതിക്കായിരുന്നു നമ്മൾ വിൻ്റർ ബ്രേക്ക് ക്ലോസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു മികച്ചതായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയമാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഈ പരിക്കുകൾ വന്നതോടെ നമുക്ക് അത് ഒരിക്കലും കോച്ചിനെയോ പ്ലെയേഴ്സിനെയോ മാനേജറിനെയോ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അത്യാവശ്യം പരിക്കുകൾ ഉണ്ടാകുമ്പോൾ ഏത് ടീമാണെങ്കിലും ഡൗൺ ആയി പോകും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പ്രതിസന്ധി ആണെങ്കിൽ പോലും ഞങ്ങൾ ഒരിക്കലും ഈ ടീമിനെ കൈവിടത്തില്ല. കാര്യം അത്രയ്ക്കും ഒരു എന്താ പറയുക, എൻ്റെ പേഴ്സണലി എനിക്ക് അത്രയും ഒരു സ്നേഹിക്കുന്ന ഒരു ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാൻ ക്ലബിലുള്ളവർക്കും എല്ലാവർക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ISL ചാമ്പ്യൻസ് ആകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനൊന്നും ഒരു മാറ്റമില്ല. ഒരു സീസൺ നമ്മൾ തന്നെയായിരിക്കും ചാമ്പ്യൻസ്. അത് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരാം. പൂക്കളെ ചതഞ്ചരച്ച കാലമേ, വാടുകില്ല വീഴുകില്ല ഈ മഞ്ഞപ്പൂവുകൾ.